അയ്യോ എന്ത് കഷ്ടമാ പിള്ളേർ ഒന്ന് അടങ്ങിയിരു. നിങ്ങൾ എത്ര നേരം ഞാൻ പറയുക ഒന്ന് ചാടാതിരിക്കാനെന്ന്. ഞാനിത് ഉറപ്പായിട്ട് ഉമ്മയെ വിളിച്ച് പറഞ്ഞു കൊടുക്കും. നീ എന്തു കഷ്ടം. ഞാൻ വിളിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അതിന് വിളിക്കുവാ. ഹലോ ഉമ്മി, ഇവരാണെങ്കിൽ ഒന്ന് അടങ്ങിയിരിക്കുന്നില്ല. എനിക്ക് തലയ്ക്ക് സ്വൈര്യം തരുന്നില്ല. ഞാൻ എന്തു ചെയ്യണം? ഞാൻ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുമോ? ഇവിടെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലൊന്ന്. പഠിക്കാൻ പറഞ്ഞാൽ അതും ചെയ്യത്തില്ല. ബുക്ക് എടുത്ത് വലിച്ചെറിഞ്ഞേക്കുവാ. ബുക്ക് ഒരിടത്തെടുത്ത് വെച്ചിട്ടില്ല. ഞാൻ കാണിച്ചു തരേണ്ടതിന് രണ്ടെണ്ണക്കടെ ചാട്ടം കണ്ട ഉമ്മി നല്ല വഴക്ക് പറയണം കേട്ടോ. എനിക്കിത് ഇഷ്ടമല്ല ഇങ്ങനെ ചാടുന്ന പിടിക്കണം. ഒരു സ്വൈര്യവും തരുന്നില്ല എനിക്ക്. കണ്ടോ? അത് കളിപ്പാട്ടമാണ്, ബുക്കാണ് രണ്ടിൻ്റെയും കയ്യിൽ. അയ്യോ അത് പിന്നെ ഇത്ര നേരം ചാടുന്ന പിള്ളേർ ഇപ്പം പഠിക്കാൻ. നീ ശരിക്കും പഠിക്കുവാണോ? നീ ശരിക്കും പഠിക്കുവാടാ? അത് പിന്നെ അതിപ്പോൾ എനിക്ക് ചെറുതായിട്ട് അബദ്ധം പറ്റിയത്. ഇനി ചാടുവാണെങ്കിൽ ശരിക്കും വിളിക്കും. വിളിക്കും. ബൈ. അയ്യോ ഉമ്മ വിളിക്കുമ്പോൾ നല്ല പിള്ളേർ ഉമ്മ വയ്ക്കുമ്പോൾ ഇങ്ങനെ കിടന്ന് ചാടിക്കോളും. ഞാൻ ഇനി വിളിക്കാൻ പോകാൻ നോക്കിക്കോ. ഇനി ഞാൻ എന്താണെന്ന് വെച്ചാൽ കാണിച്ചോളാം. 93 72 94. ഉമ്മ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ച. ഞാൻ ഉറങ്ങുമായിരുന്നു. ഇവരെന്നെ കൃത്യം ഉറക്കുന്നില്ല. ഇവിടെ ചാടി എൻ്റെ മുടി പിടിച്ചൊക്കെ വലിക്കുക. എൻ്റെ മുടി എൻ്റെ കെയറിങ് ആണ്. എൻ്റെ മുടി പിടിച്ച് വലിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. ഒന്ന് പറഞ്ഞു കൊടുക്കും. ഒന്ന് പഠിക്കത്തുമില്ല. ഉമ്മി വിളിക്കുമ്പോൾ മാത്രം പുസ്തകം എടുത്ത് അടുത്ത് വെച്ച് ലാലാ വാലാ പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലാതെ പഠിക്കുന്നില്ല ഇവർ. എനിക്ക് എന്ത് മാതാ എന്ത് ഉമ്മി വിളിക്കുമ്പോൾ എന്തോ. നിങ്ങൾ പഠിക്കുവാണോ ശരിക്കും? വേണ്ട സത്യം. ഓക്കെ ശരി. എന്നാലും അത് അങ്ങനല്ല. അയ്യോ വെക്കല്ലേ. നിങ്ങളൊക്കെ എന്നെ പറ്റിക്കാൻ വേണ്ടിയില്ലായിരുന്നോ? വേണ്ട. ഇനി അങ്ങോട്ട് തിരിയുമ്പോൾ ഇവർ പഠിക്കുമായിരിക്കുമോ അതോ ചാടുമായിരിക്കുമോ? വേണ്ട, നിങ്ങൾ ചാടിക്കോ. ഇനി ഞാൻ വിളിക്കുന്നില്ല. നിങ്ങൾക്ക് ആർക്കെല്ലാം ഉണ്ടോ ഇതുപോലെ തനിയെ അനിയത്തിമാർ? ഇച്ചിരി പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല.